കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹാവന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. നിങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ ചിന്തകൾക്കായിട്ടൊരു തിരുവചന ഭാഗം ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് 40-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ് വായിക്കുന്നത്: നാശകരമായ കുഴിയിൽ നിന്നും കൊഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. കർത്താവിൽ പ്രിയരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ച് കേൾക്കാൻ കഴിഞ്ഞത്. അനേക ദൈവദാസന്മാരിലൂടെ അനവധി പ്രാവശ്യം വായിച്ച് കേൾക്കപ്പെട്ട വചനമാണ്. ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും നിരാശകളുടെയും വേദനകളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് പലപ്പോഴും ആശ്വാസമായി തീരുന്നത് ദൈവത്തിന്റെ വചനമാണ്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം, കുടുംബജീവിതം മുൻപോട്ട് കടന്നു പോകുന്ന വേളകളിലൊക്കെ പലവിധമായിരിക്കുന്ന ശോധനകളും പലവിധമായിരിക്കുന്ന എതിർപ്പുകളും പലവിധമായിരിക്കുന്ന പ്രതികൂലങ്ങളും അനവധി കടന്നു വരാറുണ്ട്. ആ സന്ദർഭങ്ങളിൽ വീഴാതെയും തളരാതെയും നിലനിന്നുകൊണ്ട് ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് കടന്നു പോകുന്ന അനേക ഭക്തന്മാരെയും വിശ്വാസികളെയും കാണാം. കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിത യാത്രകളിൽ അനവധിയായിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ അവർ ക്രൂശെ നോക്കി യാത്ര ചെയ്തു. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വസിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. വേദനകളിലും അവർ പാടി, ദുഃഖങ്ങളിലും അവർ പാടി, സങ്കടങ്ങളിലും അവർ പാടി, തകർന്ന മനസ്സോടെ നിറഞ്ഞ കണ്ണുകളോടെ ജീവിതത്തിന്റെ ഭാരാബ്ദങ്ങളെ തോളിലേറ്റിക്കൊണ്ട് കുടുംബഭാരങ്ങളെ വഹിച്ചുകൊണ്ട് മുൻപോട്ടുള്ളതായിരിക്കുന്ന പ്രയാണങ്ങളിൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചു. ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ചിന്തകൾക്കായിട്ട് എടുക്കപ്പെട്ടതായിരിക്കുന്ന ഈ വിഷയം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. പ്രിയമുള്ളവരെ, ഇന്ന് അനേക വാക്യശകലങ്ങൾ അത് ആശ്വാസമായും അത് വിടുതലായും അത് സൗഖ്യമായും പ്രത്യാശയായും മുൻപോട്ട് കടന്നു പോകുവാനുള്ളതായിരിക്കുന്ന ആഹ്വാനമായും നമുക്ക് ലഭിക്കപ്പെടുകയാണ്. ഇവിടെ ഈ സങ്കീർത്തനത്തിന്റെ രചയിതാവ് ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ ദാവീദ് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യമാണ്, കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്ന്. ഇന്നത്തെ എൻ്റെ വിഷയം അത് തന്നെയാണ്. കുഴിയിൽ വീഴാതിരുന്നു എങ്കിൽ, അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വേദപുസ്തകത്തിൽ സ്വയം കുഴിയിൽ ചെന്ന് വീണതായ വ്യക്തികളുണ്ട്. കുഴി ഒരുക്കിയിട്ട് അതിനകത്ത് കൊണ്ട് തള്ളിയിട്ട അനുഭവങ്ങളുണ്ട്. ശത്രുക്കൾ ഒരുമിച്ച് നിന്ന് രാത്രിയിൽ പൊട്ട കിണറ്റിൽ കുഴിയിൽ ഇട്ട അനുഭവങ്ങളുണ്ട്. ഏകനായി പത്മോസ് എന്ന ദ്വീപിൽ കിടന്ന അനുഭവമുണ്ട്. കാരാഗ്രഹത്തിൽ കിടന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ അനേക സിംഹത്തിന്റെ ഗുഹയിൽ കിടന്ന അനുഭവങ്ങളുണ്ട്. തീച്ചൂളയുടെ നടുവിൽ കിടന്ന അനുഭവങ്ങളുണ്ട്. അനേക അനുഭവങ്ങൾ
നമുക്ക് വേദപുസ്തകത്തിൽ പങ്കുവെക്കാനുണ്ട്. എന്നാൽ ദാവീദ് സ്വയം ഒരു കുഴിയിൽ വീണു എന്ന അർത്ഥത്തിലല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ കുഴഞ്ഞതായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നു എന്ന് പറഞ്ഞത് ചേറിൽ വീണുപോയ ഒരനുഭവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നാണ്. പ്രശ്ന സങ്കീർണതകൾ, കരകയറുവാൻ നിർവാഹമില്ലാതെ, ആരും ഓടിയെത്തുവാനില്ലാതെ, രക്ഷ പ്രാപിക്കാനില്ലാതെ, കൈവിട്ടുപോയ ജീവിതമാകാം, തളർന്നുപോയ അനുഭവമാകാം, സാമ്പത്തിക അവസ്ഥകളാകാം, ഞെരുക്കത്തിന്റെ അവസ്ഥകളാകാം, കുഞ്ഞുങ്ങളുടെ വിഷയമാകാം, കുടുംബത്തിന്റെ വിഷയമാകാം, വീടിന്റെ വിഷയമാകാം, ജോലിയുടെ വിഷയമാകാം, യാത്രകളുടെ വിഷയമാകാം. ഏത് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ കുഴഞ്ഞ അവസ്ഥയിലാണ്. കടബാധ്യതകൾ, മുൻപോട്ട് പോകുവാൻ കഴിയാതെ വരുന്ന അവസ്ഥകൾ വലിയ ബാധ്യതകളാണ്, കുഴഞ്ഞ അവസ്ഥയാണ്. ദാവീദിനെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ജീവിതത്തിൽ വന്നതായ ഒരു തെറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, നാഥാൻ പ്രവാചകൻ ആ ഭവനത്തിലേക്ക്, കൊട്ടാരത്തിൽ കടന്നു വന്ന് ദാവീദിനോട് പറഞ്ഞു, നീയാണ് ആ തെറ്റുകാരൻ, നീയാണത് ചെയ്തത്, അത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന അഭിഷേകമുള്ള നിനക്കത് പാടില്ലായിരുന്നു. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് സാഷ്ടാംഗം വീഴുകയാണ്. അതാണ് 40-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്, ഞാൻ വീണുപോയിരിക്കുന്നു, ഞാൻ കുഴഞ്ഞ അവസ്ഥയിലായിരിക്കുന്നു, ഞാൻ വേദനയുടെ അവസ്ഥയിലായിരിക്കുന്നു, നൊമ്പരത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നു. വളരെ വേദനിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഭക്തനായ മനുഷ്യനെ നമ്മളിവിടെ കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ പലപ്പോഴും പലവിധമായ ചിന്തകളും പലവിധമായ വിചാരങ്ങളാലും പലവിധമായിരിക്കുന്ന പ്രയാസങ്ങളാലും പല വിധത്തിലുള്ളതായിരിക്കുന്ന തളർച്ചകളാലും ഭാരപ്പെടുന്നുണ്ട്. എങ്ങനെ മുന്നോട്ട് കടന്നു പോകുമെന്ന് വിചാരിച്ച് വ്യാകുലപ്പെടുകയാണ്. ഭവനത്തെ ഓർത്ത് വ്യാകുലപ്പെടുകയാണ്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുകയാണ്, ജോലി ഓർത്ത് നിരാശപ്പെടുകയാണ്. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ വളരെ നിരാശയുടെ അനുഭവങ്ങളാണ്. ഈ ദിവസങ്ങളിലായിട്ടൊരു വിടുതലിന് വേണ്ടി നിങ്ങൾ ചില നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഉപവാസം എടുത്തുകൊണ്ടിരിക്കുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഏത് വേളകളിലും ദൈവമേ എന്നെ വിടുവിക്കണമേ എന്നുള്ളതായ വാക്ക് ശകലങ്ങൾ മനസ്സിന്റെ ഉള്ളറകളിൽ നിന്നും പൊന്തി വരികയാണ്. ഈ നാളുകളിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, കണ്ണുനീര് കാണുന്നുണ്ട്, യാതന കേൾക്കുന്നുണ്ട്. ഇവിടെ ദാവീദ് പറഞ്ഞു, അവൻ എന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. അവൻ നിങ്ങളുടെ അടുക്കലുണ്ട് കൈക്ക് പിടിക്കുവാൻ, വീഴ്ചയിൽ നിന്ന് ഉയർത്തുവാൻ. അവൻ ഉറപ്പുള്ള പാറമേൽ എന്നെ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഞാൻ പുതിയൊരു പാട്ട് പാടും. പ്രിയമുള്ളവരെ, നിങ്ങൾ തളർന്നു പോകരുത്. ആ വീഴ്ചയിൽ നിന്നും കരകയറ്റുവാൻ ഒരുവനുണ്ട്. അവൻ നിങ്ങളെ ഉയർത്തും, അത് നിങ്ങളെ ശക്തീകരിക്കും. ഞാൻ എൻ്റെ വാക്കിലൂടെ ചുരുക്കുകയാണ്. കുഴിയിൽ വീണതായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. അവരെ കുറിച്ച് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിനങ്ങളിൽ നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, ഭവനത്തിന്റെ വിഷയമാകട്ടെ, ഏത് രോഗത്തിന്റെ അവസ്ഥയാകട്ടെ, വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. അവൻ നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവൻ സൗഖ്യത്തിന്റെ കരം നീട്ടി നിങ്ങളുടെ ഭവനത്തിൽ അവൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ അനേക അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഉപവാസം എടുത്തിട്ടുണ്ട്, ഒരുമിച്ച് ദൈവസന്നിധിയിൽ അതേ സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തളർന്നു പോകാതെ ഒരു വിടുതലിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കേൾക്കപ്പെടുന്ന വചനങ്ങൾ ഹൃദയത്തിൽ ആശ്വാസവും വിടുതലും നൽകണം. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. സ്വദേശത്തും വിദേശങ്ങളിലുമായി ജോലി ചെയ്യുന്നവരുണ്ട്, അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗൾഫ് മേഖലയിലുള്ളവരുണ്ട്, യൂറോപ്യൻ രാജ്യത്തുണ്ട്, അമേരിക്കൻ നാടുകളിലുണ്ട്, വിവിധ രാജ്യങ്ങളിലാണ്. എല്ലായിടത്തും കർത്താവെ നാട് വിട്ടു പോയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്,
രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, തളർച്ചയാൽ ഇരിക്കുന്നവരുണ്ട്, കിടക്കമേലായിരിക്കുന്നവരുണ്ട്. ആ വിടുതലിന്റെ കരങ്ങൾ നീട്ടി ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. വിടുതലേശനായി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നവനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ശക്തി